അപ്പോൾ ഇന്ന് നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാം. യെസ്, ഇയാളിൻ്റെ ആളുടെ മുറ്റത്ത് അടിച്ച് പുറത്താക്കി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തു നിന്ന് മുറ്റത്തേക്ക് ലാൻഡ്സ്കേപ്പിങ് തന്നെ ഇയാൾ കേരളത്തിൽ 5 പൈസ ചെലവില്ലാണ്ട് ലാൻഡ്സ്കേപ്പ് ചെയ്ത ഒരാൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ അഭിപ്രായം അല്ല, അത് ചെയ്തോന്ന് ഇയാളാ. അല്ല, അത് കുഴപ്പമില്ല, അഭിപ്രായം പറയട്ടെ. അത് ചെയ്തു നമുക്ക് വരാം. 5 പൈസ ആർക്ക് വേണമെങ്കിലും സമീപിക്കാം. ഫ്രീ ആയിട്ട് ചെയ്തിരിക്കും. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോ ലാൻഡ്സ്കേപ്പിംഗ് അല്ലേ? അതെ. യെസ്, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈഡ് ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. ഈ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും പലരുടെയും ചിന്ത ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുമ്പോൾ കല്ലൊക്കെ വിരിച്ച് ഒന്ന് സെറ്റാക്കി ഭംഗിയാക്കി വെക്കുന്നതിനെക്കുറിച്ചാണ്. സത്യത്തിൽ ലാൻഡ്സ്കേപ്പിംഗ് എന്തുവാ? ലാൻഡിൽ നിന്ന് എസ്കേപ്പ് ആവുക. ഇതുപോലുള്ള ചളികൾ വാരി വീറാനുണ്ടാവുമല്ലോ അല്ലേ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഒരു ചേട്ടൻ കമന്റ് ചെയ്തിരുന്ന കേട്ടോ, ഓവറാവുന്നേ, അസഹനീയം തമാശ. ഞാൻ പറഞ്ഞു ചേട്ടൻ കാണണ്ടെന്ന്. സ്റ്റാർ മാജിക്കിനെക്കാട്ടി ബെറ്റർ ആണ്. അപമാനത്തിന്റെ അയ്യര് കളി. അല്ല, ഞാനൊന്ന് ആലോചിച്ചു. ഞാൻ സത്യം പറയാലോ, ഞങ്ങൾ രസത്തിന് വർത്തമാനം പറയാനാണ് ഞങ്ങൾക്ക് സൂം കോള് അല്ലെ മറ്റേ നമ്മൾ ഗൂഗിൾ മീറ്റ് എടുത്ത് വർത്തമാനം പറയാം. ഈ 93 കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്ന് ഇവിടെ ഇരുന്ന് തമാശ പറയാൻ എനിക്ക് തലക്കോളമൊന്നുമില്ല. ഓളമുണ്ട്, പക്ഷെ ഇതുപോലെ ഓളമില്ല. അയാളെ ചൂണ്ടിയത് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. തീർച്ചയായും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ കുറേ പേര് നല്ല കമന്റ് ഇടുന്നുണ്ട്. ചേട്ടാ 30 മിനിറ്റ് പോയതറിയുന്നില്ല, അതായത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, കുറേ പേരുടെ ആ ഒരു വൈബ് നമുക്കറിയാം. അതിനകത്ത് കുറേ പേരെങ്കിലും എൻജോയ് ചെയ്യുന്നുണ്ട്. അല്ല, ഇതെന്നാന്ന് വെച്ചാൽ നമുക്കൊരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറ് സബ്ജക്റ്റാണ് ആക്ച്വലി, അല്ലേ? അതിങ്ങനെ ഫണ്ണായിട്ട് പറയുന്നുണ്ട്. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, അത് രുചിക്കാത്ത ആൾക്കാരാണ്, ഞങ്ങളതിനെ മാനിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരിടമല്ല എന്നേ പറയാനുള്ളൂ. അല്ല, എന്ത് പറയാൻ പറ്റും അല്ലേ? പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, 10,000 സബ്സ്ക്രൈബേഴ്സ് നമുക്കായി. 12,000 കഴിഞ്ഞില്ല, 13. അപ്പോ നിങ്ങളുടെയൊക്കെ സഹകരണത്തിനും സ്നേഹ ആദരങ്ങൾക്കും ഫേസ്ബുക്കിൽ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. സന്തോഷം. ഒറ്റ ഹാപ്പിനെസ്സിൽ കാര്യം അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. ഓക്കെ, ലാൻഡ്സ്കേപ്പ് തുടങ്ങണം. സമയം വേണം, തുടങ്ങും. ലാൻഡ്സ്കേപ്പ് ഞാൻ ഒരു സാധാരണക്കാരൻ്റെ ഒരു ആംഗിളിൽ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും പാചകം പറഞ്ഞ പോലെ മുറ്റത്ത് കല്ല് വിരിക്കുക, കുറച്ച് ചെടി വെക്കുക, ഇതൊക്കെയാണ് എല്ലാവരും കുറച്ച് ലാൻഡ്സ്കേപ്പിംഗ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു പ്യുവർ കൺസെപ്റ്റ് ഉണ്ട് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുമ്പോൾ. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും. അതിനെക്കുറിച്ചൊന്ന് പറയാമോ സുനീർ? ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും നമ്മുടെ ബിൽഡിംഗ് ഡ്രോയിങ്ങിനോടൊപ്പം തന്നെ ചെയ്യാനുള്ളൊരു സാധനമാണ്. അവിടെയാണ് നമ്മുടെ ബഡ്ജറ്റ് കാൽക്കുലേഷൻ. പല ആളുകളും നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയലത്ത് നിന്ന് കിട്ടുന്ന കുറേ ചെടി കൊണ്ട് വെക്കുക, കുറച്ച് ഇൻ്റർലോക്ക് പോവുക, ഇതൊക്കെയാണ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന്. ടോട്ടലി അങ്ങനെയല്ല അല്ലേ? നമ്മുടെ വീടാവണമെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു സാധനം ലാൻഡ്സ്കേപ്പിംഗ് ആണ്. മുറ്റാം, സംശയമില്ല. കാര്യം എന്ന് വെച്ചാൽ പാൻസും ഷർട്ടും ഒക്കെ ഇട്ട് അവസാനം നമ്മുടെ ലൂണാറിന് ചെരുപ്പിടുന്നത് കണക്കിരിക്കും. സീരിയസ്ലി, വലിയ ഉപമയൊന്നും ഇല്ല. ഈ ചിലർക്ക് വിചാരം ഇപ്പം ഈ ഫ്രണ്ടിൽ കുറെ കാട് പോലെ ചെടിയൊക്കെ ആയി കഴിഞ്ഞാൽ പാമ്പ് വരുമോ? ഇപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് വരാറൊന്നുമില്ല. അല്ല, ഇപ്പോൾ ഈ പ്ലാന്റിനെ തന്നെ നമുക്ക് ഈ ട്രോപ്പിക്കൽ പ്ലാന്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ലാൻഡ്സ്കേപ്പിങ്ങിന്, മോഡേൺ ലാൻഡ്സ്കേപ്പിങ്ങിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ട്രോപ്പിക്കൽ പ്ലാന്റ്സുകളാണ്. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് മെയിനായിട്ട് വരുന്നത് കോമ്പൗണ്ട് വാൾ ലാൻഡ്സ്കേപ്പിംഗ് ആണ് വരുന്നതാണ്. അല്ലേ? ലാൻഡ്സ്കേപ്പിംഗ് തന്നെ പെടുന്നതാണ്. ഇനി അതേപോലെ ലോൺ ഏരിയ, പിന്നെ അതെ നമ്മുടെ റാമ്പ് ഏരിയ, പിന്നെ ലോൺ ഏരിയ, ബാക്കി പിന്നെ പ്ലാന്റ്സ് ഏരിയ, ഇങ്ങനെ നമുക്ക് തിരിക്കാം. പിന്നെ അതിൽ തന്നെ നമുക്ക് കുറച്ച് സിറ്റിംഗ് ഏരിയ, ഇതൊക്കെ ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ടല്ലോ. നമുക്ക് സാധാരണ കോമൺ ആയിട്ട് നമ്മൾ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചിന്തിക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെ മനസ്സിൽ ഓൾമോസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റോൺ വിരിക്കുക, പുല്ല് വിരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. നമുക്ക് ആദ്യം സ്റ്റോണിലേക്ക് വരാം. ഇപ്പം ഏതൊക്കെ ടൈപ്പ് സ്റ്റോണാണ്? എനിക്കൊന്നും ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോണുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഏറ്റവും പ്രശസ്തമായിട്ട് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ തന്നെയാണ്. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് ബാംഗ്ലൂർ സ്റ്റോൺ എന്ന് പറയുന്നത്. കരിങ്കല്ല് ഒറ്റ വാക്കി പറഞ്ഞാൽ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിനെക്കാട്ടി കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ജിഗിനി. ആക്ച്വലി ജിഗിനിയിലാണ് ഇതിന്റെ ഖനനം. ബാംഗ്ലൂരിൽ ഒരു വേറെ കേസ് പറയാൻ പറ്റും. ബാംഗ്ലൂർ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ ആക്ച്വലി ഇതിന്റെ കോറീസ് ഇല്ല, കുറവാണ്. ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കട്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് കറക്റ്റാണ്. തമിഴ്നാട്, അതായത് കൃഷ്ണഗിരി തമിഴ്നാട് ബോർഡർ. ആക്ച്വലി
ആന്ധ്ര ചെന്നൈയിൽ നിന്ന് വളരെ അടുത്താണ്. ചെന്നൈയിൽ നിന്ന് അടുത്താണ്. അതെ, ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണം. പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിന്റെ എന്താണ് ഒരു സോഴ്സിങ് ഇവിടുന്ന് എടുത്തിട്ട് ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പേര് വരാൻ കാരണം. സേട്ടുമാരൊക്കെയാണ് പൊതുവെ ഈ സാധനം വിൽക്കുന്നത്. അതുകൊണ്ട് ബാംഗ്ലൂർ സ്റ്റോൺ അങ്ങനെ ഒരു പേരായി പോയത്. ബാംഗ്ലൂർ സ്റ്റോൺ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. കരിങ്കല്ല് നമ്മുടെ പണ്ട് എന്തുമാത്രം ഉണ്ടായിരുന്ന കരിങ്കല്ല് ഇവിടെ അടുത്ത് ചാത്തന്നൂര് അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ സൈസ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പോഴും നിലവിലും അവിടെ ചെയ്യുന്നുണ്ടല്ലേ. നമുക്ക് ഇപ്പൊ അതിന്റെ ഈ ബാംഗ്ലൂരിൽ കിട്ടുന്ന സ്റ്റോണായിട്ട് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. അതെന്നെ സംബന്ധിച്ച ഖനനത്തിന്റെ പ്രശ്നമുണ്ട്. അവിടെ ആ പ്രശ്നമില്ല. അവിടെ മറ്റേത് മെഷീൻ കട്ടിംഗ് ആണ്, ഇത് മാനുവലി കട്ട് ചെയ്യാണ്. മറ്റേ റോപ്പിട്ട് കട്ട് ചെയ്യുന്നത് കിട്ടുന്ന സാധനം. കാണുന്നതിന് വലിയ സംഭവം. അതല്ല, മാനുവലി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബാംഗ്ലൂർ സ്റ്റോൺ 2 ഇഞ്ച് അല്ലേ ഇപ്പൊ വരുന്ന കോമൺലി സൈസ്? 2 ഇഞ്ച് അല്ല, 50 mm 5 സെന്റിമീറ്റർ 50 മേളിലോട്ട് പോകും. മേലോട്ട് വരും. മിനിമം തിക്നെസ് അത് വേണം. പണ്ട് വരുന്നത് 5, 4 ഇഞ്ച് 5 ഇങ്ങനെ പ്രോപ്പർ മെഷർമെന്റ് ഇല്ല. ഇപ്പോഴുണ്ട്, നിലവിലുണ്ട്. നമുക്ക് ഈ ചില നമ്മുടെ ഈ നടക്കുന്ന ഏരിയയിൽ ഈ നമ്മുടെ വണ്ടി കയറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഏറ്റവും കുറഞ്ഞത് നമ്മൾ 50 mm അതെ. എനിക്കൊന്ന് കല്ലിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാം. ബാംഗ്ലൂർ സ്റ്റോണ്, അതുപോലെ കടപ്പ സ്റ്റോണ്, കോട്ട സ്റ്റോണ്, ടാൻഡൂർ സ്റ്റോണ്, വിവിധ ഇനം സാൻഡ് സ്റ്റോണുകൾ, സോഫ്റ്റ് സ്റ്റോൺ പലത്. പിന്നെ അതുപോലെ നമ്മുടെ ഇവിടെ സാധാരണ ഉപയോഗിക്കുന്ന പേവേഴ്സ്, അതായത് ഉദാഹരണം കോൺക്രീറ്റ് ഇന്റർലോക്ക് പേവേഴ്സ്, അതൊക്കെയാണ് പൊതുവെ നമ്മൾ ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കുന്നത്. പിന്നെ അത് കൂടാതെ വെട്ടുകല്ല് യൂസ് ചെയ്യുന്നത്. അതായത് കണ്ണൂരിൽ നിന്നൊക്കെയുള്ള കണ്ണൂരിൽ വെട്ടുകല്ല് നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്നില്ല, അവിടെ ധാരാളമായിട്ട് ലോക്കലി കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. വെട്ടുകല്ല് വേറെ ലെവലാട്ടോ. അതൊക്കെയാണ് പൊതുവെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഈ ഇതില്. ഇനി നമുക്ക് അതിന്റെ റേറ്റ് വൈസ് കൂടെ പറയാം. ഇപ്പൊ നമുക്കൊരു ഇന്റർലോക്ക് ഒക്കെ വരുമ്പോൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കല്ലുകളിലേക്ക് വരുവാണെങ്കിൽ ഇന്റർലോക്ക് ബ്രിക്കാൻ 50 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. 50 രൂപ വെച്ചിട്ട് കിട്ടും അല്ലേ? അതെ, 50 രൂപ കിട്ടും. നല്ല സാധനം 62 രൂപ പല. അത് ചെയ്തു വരുമ്പോഴത്തേക്കാണ് 60. ഞാൻ പറയാം മെറ്റീരിയൽ കോസ്റ്റ് ആണ്. ഇനി അതിന്റെ ഒരു ടോപ്പ് ക്വാളിറ്റിയാണ് ഈ പറഞ്ഞ കോവിൽ സ്റ്റോണിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോണിലേക്ക്. തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അതിന്റെ കളർ ഇപ്പൊ പല രീതിയിലുണ്ട്. ഇപ്പൊ വൈറ്റ് സിമെന്റ് ബേസ് ചെയ്തതുണ്ട്, ഗ്രേ സിമെന്റ് ബേസ് ചെയ്തുണ്ട്. ഇപ്പോൾ വൈറ്റ് സിമെന്റ് ബേസ് ചെയ്തെന്ന് വെച്ചാൽ ടോപ്പ് ലെയറിൽ വൈറ്റ് സിമെന്റ് ബേസ് ചെയ്ത് അതിനകത്ത് കളർ പ്രോപ്പർലി ആഡ് ചെയ്തു വരുന്നത്. ചിലത് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് കളർ ചെയ്ത പരിപാടിയുണ്ട്, അതിന്റെ മേളിൽ പോളിഷ് ചെയ്ത പരിപാടി. നമുക്ക് സ്റ്റോണിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ തികയാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു മെറ്റീരിയൽ പറഞ്ഞു പോവാം, ബാക്കി കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇനി പറഞ്ഞേക്കാം എന്തായാലും കണ്ടിന്യൂ ചെയ്തല്ലേ. അപ്പോൾ അതിനകത്ത് എനിക്കൊന്ന് വൈറ്റ് സിമെന്റ് ബേസ് ചെയ്തത് എടുക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും, കളർ ഡ്യൂറബിലിറ്റി കിട്ടും. ഓക്കെ, അതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റേതാകുമ്പോഴത്തേക്കും പെയിന്റ് ഒക്കെ സ്വാഭാവികമായിട്ടുള്ള ഫെയ്ഡ് സംഭവിക്കും. ഈ പിന്നെ ഇനി നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാംഗ്ലൂർ സ്റ്റോൺ തന്നെ പറയാം. അത് ഏകദേശം ഒരു 110 രൂപയൊക്കെയാണ് മെറ്റീരിയൽ കോസ്റ്റ്. ചെയ്ത് വരുമ്പോൾ 137 രൂപ തൊട്ട് മേപ്പെട്ട് ചെയ്യുന്നുണ്ട് വിത്ത് ഗ്രാസ്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് 170 വരെ ഒക്കെ പോകുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് കുറച്ചിലുകൾ എടുത്തും. മീൻസ് ആ പ്രൊഫഷണലിസം ആണ് അതിനകത്ത്. അതിനകത്ത് ഉപയോഗിക്കുന്ന ചിപ്സിന്റെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ വരുന്നത്, ഉപയോഗിക്കുന്ന ഗ്രാസിന്റെ ക്വാളിറ്റി, കല്ല് തന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് പെർഫെക്റ്റ് കട്ടിംഗ് ഉണ്ട്, ബോക്സ് കട്ട് എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക്. അപ്പോൾ അതിലൊക്കെ റേറ്റ് മാറും. അല്ല, ഇതിൽ പറയുമ്പോഴത്തേക്കും പറയേണ്ട ഒരു കാര്യം, ഇത് ചെയ്യുമ്പോഴത്തേക്കും നോർമലി കൃത്യമായിട്ട് ലെവൽ ഉറപ്പിച്ചതിന് ശേഷം മാല് പിടിച്ച് കൃത്യമായിട്ട് വാട്ടർ ലെവൽ പിടിച്ച് അതിൻ്റെ മുകളിലോട്ട് ബേബി മെറ്റൽ, അതായത് 4 ഇഞ്ചിൻ്റെ ബേബി മെറ്റൽ ഇട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് വെതറി അതിൻ്റെ മുകളിലാണ് ഏത് വെക്കുന്നത്. പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ അത്ര വാട്ടർ ലെവൽ പിടിച്ച് അവർ ചെയ്യത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ സമയം എടുക്കും. സാധാരണ ഇതൊക്കെ ചെറിയ കോസ്റ്റിന് ആരെങ്കിലും ഇടാമെന്ന് പറയുമ്പോഴത്തേക്ക് കയറി ഏക്കും. അതെ, ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു സൈഡിൽ നിന്ന് പൊങ്ങി വരികയും മൊത്തം പ്രശ്നമാകും. സംഭവേ ഇയാളെ വീട്ടിൽ എന്താണെന്നറിയാം, ചിപ്സാ നിർത്തിയിരിക്കുന്നത്. ചിപ്സ് അത് റോഡ് പണിക്ക് കിടന്ന ചിപ്സ്. ഏതായാലും ചിപ്സ് ആണെങ്കിലും ചിപ്സ് ഒരു ലാൻഡ്സ്കേപ്പിംഗ് കേട്ടോ, അവിടെ പറയാൻ പറ്റില്ല. പണ്ടെന്നാ നമ്മുടെ വീട്ട്മാറ്റല്ല, നോർമലി ഉള്ള കറുത്ത മാറ്റി വിരിച്ച് അതിന്റെ മേളിൽ ചിപ്സ് ഇടും. എന്നിട്ട് കുറെ കഴിയുമ്പോൾ ഈ മാറ്റി തെളിഞ്ഞ് മേളിൽ ഇങ്ങനെ നിൽക്കും അവസ്ഥ. ഇയാള് ചിപ്സ് ഇട്ടിട്ട് മുകളിൽ ഈ വീറ്റ് മാറ്റ് വിരിച്ചിരിക്കുകയാണ്, ഇത് കാണാതിരിക്കാൻ. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത അതിലേക്ക് വരുന്ന സമയത്ത് ഒന്നാമതേ ഇത് ചെളിയാന്നൊരു കംപ്ലൈന്റ്. സത്യം. അടുത്ത പ്രൊഡക്റ്റ് പറ. ഇനി അടുത്ത കോട്ട സ്റ്റോൺ. അങ്ങനെ ഇനി ആ സ്റ്റോണിന്റെ ഡീറ്റെയിലേക്ക് വരുമ്പോഴും ഏതാണ്ട് 98 രൂപ വരും. താന്തൂർ സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ 90 രൂപ വരും. അതുപോലെ സ്ലേറ്റ് സ്റ്റോൺ ഏതാണേലും 80 to 90 to 100 എന്നുള്ള കോൺസെപ്റ്റ് പിടിച്ചാൽ നമ്മളിപ്പോ ഒരു ലോ മെറ്റീരിയലും പറഞ്ഞു, ഹൈ മെറ്റീരിയലും പറഞ്ഞു നിർത്തി. ഇതിന്റെ ഇടയിൽ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. സ്ലേറ്റ് സ്റ്റോണുകളുടെ പ്രത്യേകത ലെയർ ഇളകി പോകും. അതുകൊണ്ട് തന്നെ ചെയ്യുന്നതിന് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക, ലെയർ ബൈ ലെയർ. സ്ലേറ്റ് സ്റ്റോൺ ആണല്ലോ,
ഏത് കോട്ട, കടപ്പ പോലെ കടപ്പ എല്ലാം സ്ലേറ്റ് സ്റ്റോൺ, അതുകൊണ്ട് സോഫ്റ്റ് സ്റ്റോൺസ് ആണ്. ലെയർ ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒന്നുകിൽ നമുക്ക് ബാംഗ്ലൂർ സ്റ്റോൺ ഉപയോഗിക്കാം. കാരണം എന്താ, പെട്ടെന്ന് ഇത് ചൂടെടുക്കും, അതേസമയം അതുപോലെ റിലീസ് ചെയ്യും. സാധാരണ പേവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നുമല്ല, അവൻ പയ്യെ ചൂടെടുക്കും, കടൽ പോലെയാണ് പയ്യെ റിലീസ് ചെയ്യും. ഈ കടപ്പ കുഴപ്പമില്ല, തിക്നെസ് കൂടിയ കടപ്പ ഉപയോഗിക്കാം. അതിനകത്ത് ഒരിക്കലും വണ്ടികളൊന്നും ഹെവി ലോഡ്സ് കയറുന്നത് ഇത് 50 എനിക്ക് തോന്നുന്നു 5 ടൺ വരെ ഈസി ആയിട്ട് ബാംഗ്ലൂർ സ്റ്റോൺ എടുക്കും 5 ടൺ. അതിൽ കടപ്പയും കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് വെയിറ്റ് ചെയ്യരുത്. ഇപ്പൊ ലോറിയോ ഇപ്പൊ ഒരു ടൺ വലിയ വെയിറ്റ് ഉള്ള ഒരു സാധനങ്ങളൊന്നും വെള്ളം വണ്ടിയില്ലേ, അതിന് വലിയ പരിക്കുണ്ടാക്കും. വെള്ളം വണ്ടിയുടെ ഡെൻസിറ്റി ഭയങ്കര. ഈ ബാംഗ്ലൂർ സ്റ്റോൺ ആയാലും നമുക്ക് പല സൈസുകളിൽ അവൈലബിൾ ആണ്. 1x1 കിട്ടും. പറ്റിക്കുന്ന മെയിൻ സാധനം ഈ 4x2 വലിയ സ്റ്റോണുകൾ ഇടുന്ന സമയത്ത് പൊട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും ചെറുതാണ് കാണാനും നല്ലൊരു സൈസാണ്. 2x2 ആണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതില് നമുക്ക് പുല്ല് വിരിച്ച് ചെയ്യാം, പുല്ല് വിരിക്കാതെ ചെയ്യാം, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യാം, ആർട്ടിഫിഷ്യൽ അല്ലാതെ ചെയ്യാം. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നാച്ചുറൽ ഗ്രാസ്. നാച്ചുറൽ ഗ്രാസ് ആണ്, ഒന്നും പറയാനില്ല. പക്ഷെ അതിനകത്ത് വലിയ പ്രശ്നം എന്താ പറയുക, മെയിൻ്റനൻസ്. അതായത് നാട്ടിലില്ലാത്ത ഒരു കസ്റ്റമറെ സംബന്ധിച്ചാൽ നാച്ചുറൽ ഗ്രാസ് അയാൾക്ക് വലിയ തലവേദനയായിരിക്കും. റീസൺ ഒന്ന്, ഇത് നനയ്ക്കുന്ന സാഹചര്യം, 2 ഇത് കള വന്നാൽ പറിക്കുന്ന സാഹചര്യം. ഇത് രണ്ടും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് ഇപ്പൊ നാച്ചുറൽ ഗ്രാസ് എന്ന് പറയുമ്പോൾ 2 ഗ്രാസ് ഉണ്ട്, മെക്സിക്കൻ ടൈപ്പ് ബഫലോ ഗ്രാസ് അങ്ങനെയുള്ള വെച്ചാൽ മതി. നമ്മുടെ നാടിന് പറ്റുന്ന ഗ്രാസ് ആണത്. ഈ പറഞ്ഞ പോലെ പ്രശ്നം വരും. ബഫലോയും നമ്മൾ കള എന്ന് പറിച്ചില്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്. എന്നാൽ ഇത്ര മെയിൻ്റനൻസ് ഇല്ല. അതുപോലെ വെള്ളം ഇത്രയും വേണ്ട. ഈ നാച്ചുറൽ ഗ്രാസ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് വേറെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറൊരു വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ, ഈ ചെതലുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ ഇത് തിന്നും. അത് മെക്സിക്കൻ ഗ്രാസിനെയാണ്. തീർത്തു, മരിച്ചു, അത് പോയിരിക്കുന്നു. ഒത്തിരി ഉണ്ട്, കുറെ സാധനമുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഇത്ര അത്തുണ്ടെന്ന് പറയാം. നമ്മുടെ എക്സ്പീരിയൻസ് കോമൺലി ഇതിനകത്തെല്ലാം ഉണ്ട്. അത് എനിക്ക് വളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിച്ച് ചെയ്യേണ്ടതായിരുന്നു. നമ്മളത് അത്ര വീടിനുള്ളിൽ ടെർമിനേറ്റ് ചെയ്തു, വെളിയിൽ ടെർമിനേറ്റ് ചെയ്തില്ല. ഉള്ളിൽ എല്ലാം പുറത്തിറങ്ങി വന്നയാ ആയിരിക്കും. അവിടെ നിന്ന് ഓടിച്ചല്ലേ. എന്നാ പിന്നെ ഇവിടെ കാണിച്ചു തരാമെന്ന് ടീച്ച് ചെയ്താൽ എന്താ പറയാനുള്ളത് പറയൂ സാർ. നമ്മളെ നിർത്താൻ നിൽക്കുക തുടങ്ങാനായിട്ട്, അവസാനം നിർത്താനായിട്ട് അവന്മാർ നിർത്തുന്നില്ല. എനിക്ക് തുടങ്ങട്ടെ സാർ, യു കണ്ടിന്യൂ. മറന്നുപോയി. ഇനി ഓക്കെ, ഈ ഗ്രാസ് നമ്മൾ സ്റ്റോൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആവശ്യമുള്ള പോർഷനിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ചില ആളുകളുണ്ട് മാക്സിമം വീട് മൊത്തത്തിൽ ഇതുപോലുള്ള പാക്കിംഗ് സ്റ്റോണുകൾ, അത് ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമില്ല. ഏറ്റവും നമ്മുടെ വണ്ടി പോകുന്ന ഏരിയയിൽ മാത്രം സ്റ്റോൺ കൊണ്ടുവന്നതിന് ശേഷം ബാക്കി ലോൺ ഏരിയ ആയിട്ട് ഡ്രൈവ് ഏരിയയിൽ കൊണ്ടുവരാം. അതെ, ഡ്രൈവ് ഏരിയ. 2 റീസൺസ് ഉണ്ട് അതിന്. ഒന്ന്, വെള്ളം ഇറങ്ങണം, 100% വെള്ളം ഇറങ്ങണം. ഇന്നത്തെ ജലലഭ്യതയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. നാളെ ഇതൊക്കെ ഉണ്ടാവോ ഇല്ലയോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. സോ കൃത്യമായിട്ട് വെള്ളം ഇറങ്ങണം. ഒന്നത് ഈ മഴവെള്ള സമയം കിണറിച്ചാലും നമ്മൾ പറയേണ്ടതാണ്. നമുക്ക് അടുത്തതിൽ പറയാം. അതുപോലെ അതിലെല്ലാവരും ഈ സ്ലോപ്പ് പുറത്ത് റോഡിലോട്ട് ഉണ്ടെങ്കിൽ സ്ലോപ്പ് അതൊരിക്കലും ചെയ്യതില്ലേ, അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? കിണറിന്റെ അവിടെ കൃത്യമായിട്ട് റീചാർജ് ചെയ്യുക. ഒരു നോർമൽ നാച്ചുറൽ റീചാർജിങ് കിട്ടാത്ത രീതിയിൽ ചെയ്യണം. ഇറ്റ്സ് ഗുഡ്. അതെ, കാരണം മഴവെള്ളത്തിൽ നിന്ന് മാക്സിമം നമുക്ക് അത് നമ്മുടെ ഉള്ളിൽ തന്നെ നിർത്തി വെള്ളം താന്നു കഴിഞ്ഞാൽ അത്രയും സ്റ്റോർ. അതുപോലെ നമുക്കൊരു വേറൊരു എപ്പിസോഡ് ചെയ്യാം. നല്ലൊരു കാര്യമാണ്. ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പറമ്പുള്ളപ്പോഴത്തേക്കും നമ്മളൊക്കെ എന്നെപ്പോലുള്ള ചെറിയ ലാൻഡ് ഉള്ളവർക്ക് കുഴപ്പമില്ല, വലിയ ലാൻഡ് ഉള്ളവരുടെ മെയിനായിട്ട് അവർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ കള വളരുക എന്ന് പറഞ്ഞ സാധനം. ലാൻഡ്സ്കേപ്പിൻ്റെ വേറൊരു ഏരിയയാണ് ഈ കള വളരുന്ന വീടിൻ്റെ ചുറ്റുപാട്. അവിടെയൊക്കെ ഇപ്പോൾ ഈ മറ്റേ നമ്മുടെ വീട്ട് മാറ്റ് വിരിച്ചിട്ട് ചെയ്യുന്ന ചില പേബിൾസ് ഒക്കെ ഇട്ട് വേണം ചെയ്യാം. പക്ഷേ അതിലും ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, എത്ര വീട്ട്മാറ്റ് വിരിച്ചു എന്ന് പറഞ്ഞാലും ശരി, വെയിൽ അവിടെ അടിക്കുന്നൊരു ചെറിയ സാഹചര്യം ഉണ്ടായി നല്ല മണ്ണാണെന്നുണ്ടെങ്കിൽ കള കയറും. പക്ഷേ ഇതിനെ നാച്ചുറലി നമുക്കിത് ശല്യമാണെങ്കിൽ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത്തരം കളകൾ കൊണ്ടിട്ടെ മനുഷ്യനായാലും മറ്റു ജീവജാലങ്ങൾക്കായാലും നമ്മളത് മാക്സിമം ഒരു പരിധി വരെയൊക്കെ നമ്മളത് കണ്ടില്ലാന്ന് അടിക്കുന്നതാണ് നല്ലത്. ഇനി മെയിനായിട്ട് ഇതിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സുകളാണ്. അല്ലെ, ലാൻഡ്സ്കേപ്പിങ്ങിന്റെ സോഫ്റ്റ് സ്റ്റോണിന്റെ കാര്യം പറയുമ്പോൾ അത് ലേ ചെയ്യുമ്പോൾ ഇപ്പോൾ ഹെവി വെയിറ്റ് കയറാൻ ചാൻസ് ഉള്ള ഏരിയ വേണമെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് ലേ ചെയ്യാം. കോൺക്രീറ്റിംഗ് വേറൊരു സാധനമാണ്. പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. വെള്ളം നേരത്തെ പറഞ്ഞില്ലേ, പക്ഷേങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇതാണല്ലോ. അതായത് പറഞ്ഞത് ചെറിയ ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. വേറെ സാധനം കോബിൾ സ്റ്റോൺ, ഡെക്കറേറ്റീവ് ആയിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അതായത് ഒരു ഗോത്തിക് സ്റ്റൈൽ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ സ്റ്റൈൽ വീടുകളിൽ ലാൻഡ്സ്കേപ്പിങ്ങിന് സ്റ്റോൺ വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അൺബീറ്റബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് കോബിൾ.
നോ ഡൗട്ട്. അത് പ്രത്യേകിച്ച് ആ ഷേപ്പ്, റൗണ്ട് ഷേപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേറൊരു കലയാണ്, കോസ്റ്റ് കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്, ടൈം എടുക്കും. അതെ. പിന്നെ 200 വരുന്നില്ലേ സ്ക്വയർ ഫീറ്റ്? 200 to 230 260 ഒക്കെയാണ് അത് വരുന്നത്. നല്ല എക്സ്പെർട്ട് ലേബർ, മെനക്കെട്ട പണിയാണ്, അത്രയും മെനക്കെട്ട പണിയാണ്. കാര്യം ഇതിനൊരു അണ്ണീവൻ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ പൊളിച്ച് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണ്. വഴിയില്ല. പിന്നെ ഇതിന്റെ സെയിം കോപ്പി ഇന്റർലോക്കിലുണ്ട്, അതും പറയണം. അതെല്ലാരും എടുക്കുന്നത് ഇപ്പോൾ. അത് തന്നെ ചെറിയ ഐറ്റമായിട്ട് കിട്ടും, അല്ലാതെ വലിയ പീസുകളായിട്ടും കിട്ടും. അതെ അതെ. ഇത് 10 സൈസിൽ ഉണ്ടാക്കി എടുത്തിട്ടേ അങ്ങനെ പാകി പോവുക ചെയ്യുന്നത്. അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നത് കോൺക്രീറ്റിൽ ഉണ്ടാക്കി എടുക്കുക ചെയ്യുന്നത്. ഇനി പ്ലാൻസിലേക്ക് വരാം അല്ലേ. മെയിൻ ഒരു ഫാക്ട് ലാൻഡ്സ്കേപ്പിംഗ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ക് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കാട് പിടിച്ച കണക്ക് ചെടി നടുക എന്നുള്ളത് ഭയങ്കര രസമാണ്. അത് പക്ഷേ അറേഞ്ച്മെന്റ് ഉണ്ട് അതിന്. അത് കാണുമ്പോൾ കാടാണെങ്കിലും അതിന് എവിടെ എന്തൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞു. അങ്ങനെ ഒരു അണ്ണനുണ്ട് നമ്മുടെ കുമ്പുകാടൻ മാഷ്, നമ്മുടെ ചേട്ടൻ്റെ വീട്. അത് രക്ഷയില്ലാതെ ചേട്ടൻ്റെ വീട് ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ കാടേ ഉള്ളൂ, വീടില്ല. പക്ഷെ അതൊരു മൂടാ. അത് പറ്റുന്നവർക്ക് മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് പേഴ്സണലി എനിക്കത് ചെയ്യാൻ പറ്റില്ല. സീരിയസ് ആയിട്ട് പറയാം, എനിക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എത്ര പേർക്ക് ചെയ്യാൻ പറ്റില്ല. അത് പുള്ളിയുടെ എക്സസി, അത് വല്ലാത്തൊരു എക്സസി. വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാ അതിനെ കുറിച്ചൊക്കെ പറയുന്നത്. അതിന്റെ ഒരു എൻജോയ്മെന്റ് ഉണ്ട്. ഈ തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ എന്തായാലും പറയും. സത്യം, ഞാനൊരു മാതിരി മറ്റല്ല ഷട്ടിൽ ടൂർണമെന്റ് കാണുന്ന അവസ്ഥയിലാണുള്ളത്. ഇവിടെ ഇരിക്കണ്ടായിരുന്നു. ഇതേ ഞാനിവിടെ നടുക്കുന്നപ്പോ ഇതുപോലെ ഇപ്പഴാ അതിന്റെ ഒരു ബുദ്ധിമുട്ടേ. അവനെന്നോട് പറയാൻ പറയാ, മലപ്പുറം പറയരുത്. വല്ലാത്തൊരു ഗതികേട്. എടോ, ലാൻഡ്സ്കേപ്പിംഗിലേക്ക് വരുന്ന സമയത്ത് പ്ലാൻസിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം കുറച്ച് ആർക്കിടെക്ചറൽ പ്ലാൻസ് എന്നറിയപ്പെടുന്ന കുറച്ച് പ്ലാൻസ് ആണ്. ഒന്ന് കലാത്തിയ ലൂട്ടിയ, ഹെലിക്കോണിയ, ടെർമിനാലിയ. അതിന്റെ തന്നെ 2 വെറൈറ്റി അല്ലേ, വെരിഗേറ്റഡ് ഉണ്ട്, സാധാ ഗ്രീനറി അതുകൊണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് പേൽഗ്രാസോ അല്ലെങ്കിൽ മെക്സിക്കൻ ഗ്രാസോ, ബാംബൂസിന്റെ പല വെറൈറ്റീസ്. ഗോൾഡൻ ബാംബു, ബ്ലാക്ക് ബാംബു, ബുദ്ധാസ് ബാംബു, പിന്നെ മറ്റേ പെൻസിൽ ബാംബു. ഗോൾഡൻ ബാംബു ഭയങ്കര രസമാണ്. ഗോൾഡൻ ബാംബു മുളയുടെ കൂട്ടത്തിൽ ഏറ്റവും റേറ്റുള്ള ഒരു സാധനമാണ്. 100 ഉയരത്തിൽ പോകും. ഈറയുടെ കാറ്റഗറിയാ. അതെ, അതെന്നാന്നറിയാവോ? ആ സാധനത്തെ കുറിച്ച് പറയും, ഇതിന്റെ ഉയരം അധികം വെപ്പിക്കരുതെന്നാണ് പറയുന്നത്. ഇവൻ മുളം തണ്ടിടുമല്ലോ, തണ്ടിടുമ്പോൾ താഴേന്ന് ഇവനെ ഒന്ന് ആട്ടിക്കഴിഞ്ഞാൽ ഈ തണ്ടൊടിയും, അവിടെ ഇവൻ പൊങ്ങല. ആ സാധനമാണ് ശരിക്കും ചെയ്യേണ്ട. പ്രിൻസേട്ടൻ്റെ ഐഡിയ ഇത്. താഴെ ഒന്ന് ജസ്റ്റ് ആട്ടി കൊടുക്കുക, ഇവൻ അപ്പം തന്നെ ഇവൻ്റെ തണ്ടൊടിയും. അവിടെ വെച്ച് വീണ്ടും നിൽക്കുക. ഇനി അടുത്ത പൊങ്ങുമ്പോൾ വീണ്ടും ആട്ടുക. ഇവനെ അവിടെ വെച്ച് അവസാനിപ്പിക്കുക ചെയ്യുന്നത്. മേളിക്കറി വെട്ടാൻ പറ്റിയല്ലോ. അതുകൊണ്ടുള്ള ഈ ലാൻഡ്സ്കേപ്പിംഗ് ശരിക്കും ഒരു മെയിൻ്റനൻസ് ഒരു വലിയൊരു പ്രധാന ഘടകമാണ്. അതായത് ലാൻഡ്സ്കേപ്പിങ്ങിൽ തന്നെ ഗാർഡനിങ്ങിൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ് ആക്ച്വലി നമ്മുടെ പ്ലാന്റ്സ്. അതിൻ്റെ പരിപാലനം ശരിക്കും ആ മൂടുള്ളവനെ അത് വെക്കാവുള്ളൂ. ഇല്ലാത്തവൻ അതൊരു വെറും ആഡംബരത്തിന്റെ പേര് വെച്ചിട്ട് അവസാനം ഇത് മുഴുവൻ വെയിലടിച്ചു. അതിനകത്ത് അങ്ങനെ പോയി നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻസ് ഒരു സമയത്ത് എന്ത് ട്രെൻഡാണ്. അയ്യോ, ഏറ്റവും കൂടുതൽ മെയിൻ്റനൻസ് ഒരു തലവേദന പിടിച്ചൊരു സാധനമാണ്. എല്ലാവരെ കൊണ്ടും പറ്റില്ല. 8 വർഷം മുമ്പ് വെച്ചത് അതാ പറഞ്ഞ അതൊരു മൂടാ. ആ മൈൻഡുള്ളവരെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ഈ ചെടികൾ പോകും. നമ്മൾ എത്ര നോക്കിയാലും കുറെ ചെടികൾ പോകും. അതിൽ എനിക്കൊന്ന് ട്രിവാൻഡ്രത്തെ എനിക്ക് തോന്നുന്നത് അവിടെ ഉള്ളത് ഇത്രയും നല്ല രീതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡൻ അവിടെ ആണെന്ന് തോന്നുന്നു, നമ്മുടെ ട്രാവൻകൂർ മാളിൽ. അതിന്റെ വാട്ടർ സിസ്റ്റം ഒക്കെ ഓട്ടോമാറ്റിക് ആണ്. അതെ, അങ്ങനെ ചെയ്താലും നമുക്ക് ഞാനിവിടെ ട്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടേക്കാം. അതുകൊണ്ടാണ് ചെയ്യാൻ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. പാംസ്, അതായത് പാംസ് ഭയങ്കര ഒരു കാലത്ത് ഗൾഫിൽ നിന്നുള്ളവരുടെ വീട് കണ്ടാൽ അറിയാം. എന്നറിയോ, അതിന്റെ ചോട്ടിലൊരു പനയുണ്ടാവും. അതെ, പാമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡേറ്റ് പാമ്പുകളാണ്. 12,000 രൂപയോളം മിനിമം റേറ്റ് വരുന്ന സാധനമാണ്. പണ്ടെന്ന് വെച്ചാൽ കുറെ വെറൈറ്റി അതിനകത്ത് മെയിനായിട്ട് റെഡ് പാമ്പ്. റെഡ് പാമ്പ് എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഇവൻ ഇവൻ മതിൽ തകർത്ത് കളയും. അതാണ് എല്ലാം. ഇതില് എടുത്തു പറയേണ്ട ഒരു സാധനം നമ്മൾ വിട്ടു, ഫൈക്കസ്. ഇന്നൊരു വീട്ടിൽ അവൻ ഭയങ്കര ലുക്കാണ്. പക്ഷെ പല ആൾക്കാരും, എനിക്കത് പലരോട് ഉപദേശിക്കാനുള്ള ഒരു സാധനം, പല ആൾക്കാരും വീടിനുള്ളിൽ ഫൈക്കസ് വെക്കും. നിങ്ങളൊരു മണ്ടത്തരം കാണിക്കരുത്. കാരണം ഫൈക്കസ് വളരെയധികം ഇൻഡോർ പ്ലാന്റ് അല്ല, അവൻ വെള്ളവും ധാരാളം വെയിലും ആവശ്യമുള്ളൊരു ചെടിയാണ്. അതായത് ഒരു ഭീമസേനൻ ഭക്ഷണം കഴിക്കത്തില്ലേ, നമ്മുടെ ഇതിലൊക്കെ പറയത്തില്ല, ഇതിഹാസത്തിലൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് നല്ലവണ്ണം വെള്ളവും വേണം, നല്ലവണ്ണം വെയിലും വേണം. അതുപോലെ തന്നെ ഇത് ആലാണ്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇവൻ വേരിറക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒരു പ്രാവശ്യം കണ്ടവർക്ക് മനസ്സിലായി. ഇവൻ്റെ പവർ 30 മീറ്ററാണ് എൻ്റെ വീടിൻ്റെ വെള്ളം തേടി ഇവൻ വേര് പിടിച്ച് പോയത്. 30 മീറ്റർ. ആ ചെടിയില്ലേ, അതിനിടയിൽ കൂടെയുള്ള ഹോളയെന്ന് ഇറങ്ങി ഇവൻ വിട്ടുപോയി.
അപ്പോഴാണ് ഇതിൻ്റെ ഒരു പവർ എനിക്ക് മനസ്സിലായി. അത്രയും കിടിലൻ സാധനമാണ് അത് ശല്യം സഹിക്കാതെ പോയതായിരിക്കും. അത് എന്തോ ആയിക്കോട്ടെ, എന്ത് ശല്യം സഹിച്ചാണല്ലോ. ആശാന്റെ പേര് മാത്രമല്ല, പേടിയോടെ വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ കൗണ്ടറിന് വേണ്ടി നീ കൗണ്ടർ ചിന്ന കൗണ്ടർ അടിച്ചു കേട്ടോ. ഞാനില്ല. അകത്ത് വെച്ചാലുള്ള പ്രശ്നം വെച്ചാൽ ഇവൻ ടൈലിൽ എവിടെയെങ്കിലും ഒരു ഹോള് കിട്ടിയാൽ താഴേക്ക് ഇറക്കും. ഇവൻ അടിച്ച് നമ്മുടെ ചില ഫൗണ്ടേഷൻ വരെ അടിച്ച് ചേർത്ത് കളയും. അതുകൊണ്ട് അതൊക്കെ വെക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് വെളിയിൽ വെക്കാന്നേ പറയാനുള്ളൂ. ഇനി നമ്മൾ വിട്ടുപോയ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ലാൻഡ്സ്കേപ്പിങ്ങിലാണ് ക്രീപ്പേഴ്സ്, കട്ടൺ ക്രീപ്പേഴ്സ് അല്ലേ? നിങ്ങൾ അതിന്റെ ഉസ്താദാണ് ഇയാൾ. കട്ടൻ ക്രീപ്പേഴ്സ് മാവാട്ടിക്കുട്ടിയമ്മ മുടിയിട്ടേക്കണോ? അല്ല, എനിക്ക് ഞാനത് ചെയ്യുന്ന സമയത്ത് അത്രയും ട്രെൻഡ് ഇല്ലായിരുന്നു ആ ചെടി. ഇപ്പോൾ ആ ക്രീപ്പറാണ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ അതിന് തൊട്ട് മുമ്പ് ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ എനിക്ക് യെല്ലോ, അതിൻ്റെ പേര് എന്താ അറിയില്ല, മഞ്ഞ പൂ പിടിക്കുന്ന ചെടിയുണ്ട്. ക്രീപ്പർ തന്നെയാണ്, ആർട്ടിഫിഷ്യൽ ഇറങ്ങിയായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇറങ്ങിയത് അല്ലേ? അതും ഭയങ്കര ട്രെൻഡിങ് ആണ്. പക്ഷെ അതെനിക്കൊന്ന് അതിനെക്കാട്ടി കുറച്ചുകൂടെ ബ്യൂട്ടി ഈ നോർമൽ, കാരണം എനിക്ക് ആലപ്പുഴ സൈഡുകളിലൊക്കെയാണ് കൂടുതൽ. അവിടെ സാധാരണ ഇത് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ, വേലിപ്പത്തലൊക്കെ ഉണ്ടല്ലോ, വേലിയയിൽ മറവിന് വേണ്ടിയിട്ട് ഇതിട്ടിരുന്ന അതായിരുന്നു അവിടുത്തെ രീതി. ഇത് ഇപ്പൊ ഒരു ഫാൻസി പ്ലാന്റ് ആയി. ഇപ്പൊ നമ്മുടെ പല ചെടികളും ഇപ്പൊ അതാവസ്ഥ. പിന്നെ മറ്റേ നമുക്ക് പണിക്ക് പോകണ്ടാത്തൊരു പ്ലാന്റ് ഉണ്ട്, മണി പ്ലാന്റ്. അത് വെച്ച് കഴിഞ്ഞാൽ അതാകുമ്പോൾ നമ്മൾ വീട്ടിൽ ഇരിക്കുക, അത് വെക്കുക, അത് താഴേക്ക് ഒരുപാട് വെറൈറ്റി ഇറങ്ങി അല്ലേ? മുടിഞ്ഞ റേറ്റാ. ബ്രേക്ക് ഹാർട്ടോ അങ്ങനെ കുറെ ഉണ്ടല്ലോ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ. മണി പ്ലാന്റ് കുറെ ഓടിയതാ. അല്ല, അതിന്റെ പുതിയ വെറൈറ്റി ആയി, ഒത്തിരി വെറൈറ്റീസ് ആയി, ഒരുപാട് സാധനങ്ങളായി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പ്ലാന്റ്സ്, അതുപോലെ സ്റ്റോൺസ്, പിന്നെ അതുപോലെ നോർമലി ഉള്ള ചെറിയ ചെടികൾ, വീട്ടിനുള്ളിൽ വെക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ്, ഇതെല്ലാം ഞാൻ പ്ലാന്റ്സ് ശരിക്കും ഓരോരുത്തർ ഇഷ്ടമാണെ മാത്രമേ ചെയ്യാവൂ. അല്ലെ അത് വെറും പാഴ്പണിയാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു 2000-2500 രൂപ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സെറ്റാണ്. ഇത് അടിപൊളിയാണ്, ആർക്കും മെയിൻറ്റെയിൻ ചെയ്യാം. ഫ്രൂട്ട് ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഗാർഡനിൽ തന്നെ വരുന്ന കാര്യം വെച്ചാൽ ഇപ്പൊ ചെറിയ ഫ്രൂട്ട്സ് അറിയില്ല, ചെറിയ ഫ്രൂട്ട്സ് ഞാൻ വീട്ടിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ നനയ്ക്കുന്നുണ്ട്. നമ്മുടെ ആ ചെറിയ സ്ഥലത്ത് തന്നെ എനിക്കൊന്ന് 10 ഫ്രൂട്ട്സോളം ഉണ്ട്. അതായത് നമ്മുടെ മിനിയേച്ചർ മറ്റേ ഇത് ചെയ്തു വരുന്നത് അല്ലേ, ബഡ് ചെയ്ത്, അതായത് ഒരു 3-4 ചെറുതാവും, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇത്. പിയർ ആപ്പിൾ ഒക്കെ നല്ലതാ, പിയർ ആപ്പിൾ എപ്പോഴും ഉണ്ടാവും. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ വിട്ടുപോയത്, വാട്ടർ ബോഡീസ്. ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള, പ്രത്യേകിച്ചും ഈ കോയി പോണ്ട് പോലുള്ള സാധനങ്ങൾ, ഫിഷിനെയൊക്കെ വളർത്താൻ വേണ്ടി അത് വേറെ ഒരു വൈബാണ്, വേറെ സംഗതി. പിന്നെ ചെറിയ പിള്ളേരൊക്കെ ഉള്ളിടത്ത് ഇപ്പോൾ അവർ ആൾക്കാർ അത് അങ്ങ് ഒഴിവാക്കി തുടങ്ങി, ചെറിയ കുട്ടികളൊക്കെ ഉള്ളിടത്ത്. കാര്യം അല്ല, ഇതിന് വലിയ ഹൈറ്റ് ഇല്ലാണ്ട് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്, ഫൗണ്ടൻ ഒക്കെ ചെയ്തിട്ട് വലിയ എനിക്ക് 2 അടി ഡെപ്തിലൊക്കെ സുഖമായിട്ട് ചെയ്യാം. ഏതാണ് ചെയ്യാം, റെഡിമെയ്ഡ് ചെയ്യാലോ, റെഡിമെയ്ഡ് ആയിട്ടും കിട്ടും. വീട്ടിലുണ്ട് 6 അടി കണ്ട് ഡെപ്ത് ഉണ്ട്. ആണോ? വാട്ടർ ബോഡി അല്ല, ഫിഷ്. ഞാൻ മീൻ ചോദിച്ചാൽ തരത്തില്ല, ഫിഷ് ചോദിച്ചാൽ 6 അടി താഴ്ച ഉണ്ട്, വലിയ പാട. ഇയാൾ അവിടെ നിന്ന് കൊണ്ടുവന്ന മീന അയാൾ ഇപ്പൊ കറി വെച്ച് കൂട്ടുന്നു, അത്ര ഇയാൾ കൊണ്ടുവന്നു. ഇയാള് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ നമ്മളറിയ പിടിക്കത്തില്ലേ. അപ്പൊ ലാൻഡ്സ്കേപ്പിംഗ് ഇതൊക്കെയാണ്. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന ആളുടെ ഐഡിയ ആണ്, ഇത് എത്രത്തോളം ഭംഗിയാവും. ആർക്കിടെക്ചറലാണ്, അത് ഒരു കലയാണ്. ഇപ്പം മാത്രമല്ല, ഇത് ചെയ്തു കൊടുക്കുന്ന ഫേംസുകൾ ഒരുപാടുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന. എന്താ പറയുക, ഒരു നോർമലി ഒരു ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബാംഗ്ലൂർ സ്റ്റോണിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലേബർ അടക്കമാണ് ഒരു 137 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓരോന്നിനും ഓരോ റേറ്റാണ്. പിന്നെ ഓരോ ദൂരം 137 തൊട്ട് സ്റ്റാർട്ടിംഗ് എന്നാണ് പറഞ്ഞത്. അത് ഈ പറഞ്ഞാൽ അണ്ണീവൻ, അതിനകത്ത് പറഞ്ഞാൽ ഒത്തിരി കള്ളക്കളികളുണ്ട്, ഇഷ്ടംപോലെ കള്ളക്കളി. മെഷർമെന്റിൽ ഒരുപാട് കള്ളത്തരം കാണിക്കും. ഒരു സാധാരണക്കാർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 2x2 എന്ന് പറഞ്ഞാൽ 2x2 ചെറിയ ഇംപ്രഷൻ വന്ന് ആര് മനസ്സിലാക്കാനായിട്ടാ, ഒന്നുമില്ല. അങ്ങനെ ഒത്തിരി പറ്റിയത് ഹ്യൂജ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല പൈസ പറ്റിക്കും, നല്ല രീതിയിൽ. ഇത് ഭയങ്കര ചെയ്യാൻ പറ്റും, കാരണം പ്രോപ്പർ ഇപ്പോൾ MM-ലൊന്നും അത് വരത്തില്ല. ഇല്ല, അത് തന്നെ പ്രോപ്പർ MM-ലൊന്നും വരത്തില്ല. അതങ്ങനെ പറ്റൂ. നമ്മളെ കൊച്ചനെ പറ്റിച്ച് വാലയിൽ എന്ന് പറഞ്ഞുള്ള ഒരു ടീം കൊണ്ടിട്ട് കൊടുത്ത് എന്നോട് പറയാ, കാരണം അത് ശരിയായില്ല. നോക്കിയപ്പോഴത്തേക്ക് മെഷർമെന്റ് 1:2 1 2 മറ്റൊന്ന് 2:2 അതിന്റെ പകുതി. പുള്ളിക്കറിയത്തില്ല, ഈ സ്ക്വയർ ഫീറ്റ് പറഞ്ഞ പുള്ളിയും കിട്ടും. അവസാനം നല്ലൊരു തുകയും മേടിച്ചിട്ട് പുള്ളി മുങ്ങി വാലയിൽ, നമ്മുടെ കോട്ടയത്തുള്ള. അതിനകത്തൊരു പ്രോപ്പർ മെഷർമെന്റ് എടുക്കാൻ പറ്റത്തില്ല അതിനകത്ത്, അല്ലെങ്കിൽ കല്ലിന്റെ. ശരിക്കും നമ്മൾ പറഞ്ഞത് ആദ്യത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതിന്റെ പ്രോപ്പർ ഡ്രോയിങ്, ലാൻഡ്സ്കേപ്പിംഗ് ഡ്രോയിങ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. എല്ലാം പറഞ്ഞു വരുന്നത് ഡ്രോയിങ്ങിന്റെ അകത്താണ്. അല്ല, അതാണല്ലോ ഒരു കൺസ്ട്രക്ഷൻ എന്നല്ല. ഇപ്പൊ നിങ്ങൾ ഓട്ടോമൊബൈൽസിലുള്ള ആളല്ലേ, ഒരു വാഹനത്തിന്റെ ഡിസൈൻ ഉൾപ്പെടെ പോലും ഡ്രോയിങ് എന്ന് പറഞ്ഞത് അതിന്റെ മെയിൻ ആണ്. ഈവൻ ഫ്ലൈറ്റ് ആയിക്കോട്ടെ, എന്തിന് നമ്മുടെ ഈ ഒരു മൈക്കിന്റെ പാർട്സ് പോലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കാറ്റലോഗിനകത്ത് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഡ്രോയിങ് ആണ് എല്ലാം. അപ്പോൾ അതൊക്കെയാണ്.
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു വെക്കാനുള്ളതാണ് ഈ മഴവെള്ള സംഭരണി. യെസ്, അത് അടുത്തേക്ക് പറയാം. അത് അടുത്തേക്ക് പറയാം. നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ചളികൾക്കെല്ലാം മാപ്പ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. We are signing off. ആർക്കും വീണ്ടും സന്ധിപ്പം വരേക്കും. ഇത് വീട് ഇത് ഞാൻ പറയണോ? വേണ്ട, ഇത് മതി. എത്ര സിനിമ ഒരു കട്ടില്ല.